അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് പെടുന്നതിന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ എന്തെയാണത് മാറി മറിയുന്നത്. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നോമ്പും നമസ്കാരമൊക്കെ ഖുർആൻ പാരായണമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടാവുമോ? നമ്മൾ ചെയ്തിട്ടുള്ള ധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവുമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിരന്തരം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി പറഞ്ഞൊരു സംഗതിയുണ്ട്. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല അൽ അശ്ർ അവസാനത്തെ 10 എത്തിയാൽ, നമ്മുടെ മുമ്പിൽ അവസാനത്തെ 10 ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ എത്തിയാൽ അഹ്യൽ ലൈല വഅയ്ഖള അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഒരു സ്വീകരണം അവസാനത്തെ 10 നൽകിയിരുന്നു. പ്രത്യേകമായിട്ടുള്ളൊരു സ്വീകരണം. അഹ്യൽ ലൈല, ഒന്ന് പ്രവാചകൻ ആ രാത്രികളിൽ, അവസാനത്തെ 10 രാത്രികളിൽ മുഴുവൻ ജീവിപ്പിക്കും എന്നുള്ളത്. ആ രാത്രിയെ ജീവിച്ചതാക്കും, ജീവിപ്പിക്കും, ജീവനുള്ളതാക്കും. അതായത് ഇബാദത്തുകളിൽ എന്ത് ചെയ്യും? മുഴുകും എന്നർത്ഥം. വഅയ്ഖള അഹ്ലഹു, പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ കുടുംബത്തെയും പ്രവാചകൻ എന്ത് ചെയ്യും? ഉണർത്തും എന്നുള്ളത്. വജദ്ദ, പരമാവധി പരിശ്രമിക്കും. വശദ്ദൽ മിഅ്സർ, പ്രവാചകൻ തന്റെ മുണ്ട് ഒന്ന് മുറുക്കിയെടുക്കുന്ന, പ്രവാചകൻ മുണ്ടായിരുന്നു ഉടുക്കാറുള്ളത്, അതൊന്ന് മുറുക്കി ഉടുക്കും പ്രവാചകൻ. കാരണം ഇനി ഒരുങ്ങുന്നത്, ഇനിയുള്ള സമയം അത്രക്കും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടുള്ള ഒരു മുറുക്കി ഉടുക്കലാണ് പ്രവാചകൻ ചെയ്യുന്നത്. ഹദീസ് വിശദീകരിക്കാതെ തന്നെ ഇതിന്റെ ആശയങ്ങളെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ആയിഷ ബീബി തന്നെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു ഹദീസ് ഉണ്ട്. കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. അവസാന 10 എത്തിയാൽ മറ്റു ഒന്നിലും പ്രവർത്തിക്കാത്ത അത്ര, അതിനേക്കാളൊക്കെ കഠിനമായി ഈ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങുമായിരുന്നു. അവസാനത്തെ 10 ഒരുങ്ങുന്നത് കണ്ടാൽ അതുപോലെ വേറൊരു ഒന്നിലും എന്ത് ചെയ്തിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുക. അത്രക്കും ഇബാദത്തുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകുന്ന, സദഖകളിൽ, ധർമ്മങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റായിട്ട് മാറുന്ന ഹദീസിലുള്ളതാട്ടോ. ഇതൊരു ആലങ്കാരിക വാക്കല്ല. അപ്പൊ നമുക്ക് തോന്നും അടിച്ചു വീശുന്ന കാറ്റ് അതൊരു ആലങ്കാരിക വാക്ക് അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ളതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്തിരുന്ന ഒരു സമയങ്ങളാണ്. എന്ത്? അവസാനത്തെ 10 കൊടുക്കും, പ്രവാചകർ കൊടുക്കും. പ്രവാചകർ ആ രാത്രിയെ ജീവിപ്പിച്ചു. ധാരാളം സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് എന്ത് ചെയ്യും? നിസ്കരിക്കും. ആയിഷ ബീവി പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫു അൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫഹു അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്നത് വരെ, പ്രവാചകൻ മരിക്കുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് എന്ത് ചെയ്യുന്നു? ഇരുന്നിരുന്നു എന്നുള്ളത്. അവസാനത്തെ 10 മുഴുവൻ പ്രവാചകൻ ഇഅ്തികാഫ്, അല്ലാഹുവിന്റെ പള്ളിയിൽ ഭജനം ഇരുന്നിരുന്നു. അങ്ങനെ ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. ആയിഷ ബീബി പറയാണ്, പ്രവാചകന്റെ മരണശേഷം ഞങ്ങളും, അതായത് പ്രവാചകന്റെ അസ്വാജും, ഇണകളും ഭാര്യമാരും ഞങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് ആയിഷ ബീബി എന്ത് ചെയ്യാണ് പറയാം. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ഇഅ്തികാഫ് എന്നുള്ള അതിന്റെ പുണ്യം, അതിന്റെ കൂലി ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അവസാനത്തെ 10 ഒരു ലൈലത്തുള്ളത്.
ഒരു രാത്രിയുള്ളത്. ആ രാത്രിയുടെ പേര് ഖുർആൻ പറയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ ഒരു രാത്രിയുണ്ട്. ആ രാത്രി, ഈ അവസാനത്തെ 10. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത? 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി. നോക്കൂ, ആ രാത്രിയിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, നോക്കും, 1000 മാസത്തോളം നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 83 വർഷക്കാലം എല്ലാം മാറ്റിവെച്ചിട്ട്, ഊണും ഉറക്കും ഭക്ഷണം എല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 83 വർഷക്കാലം തുടർച്ചയായിട്ട് നിൽക്കുന്ന നൃത്തം, അത്ര പുണ്യമാണ് ആ രാത്രിയിൽ അള്ളാന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ എന്നുള്ളതാണ്. ആ രാത്രിയിൽ ധർമ്മം ചെയ്താൽ, ആ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്താൽ, ആ രാത്രിയിലുള്ള മറ്റു എല്ലാ പുണ്യകർമ്മങ്ങളുണ്ടോ അതിനൊക്കെ 1000 മാസത്തേക്കാൾ പുണ്യമാണ് എന്ന് അള്ളാഹു തന്നെ സൂറത്തുൽ ഖദറിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. അത് ആ രാത്രി ഈ റമദാനിന്റെ അവസാനത്തെ രാത്രിയിലാണ്. അതുകൊണ്ട് ആ രാത്രി എത്തുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യാം? ആ രാത്രി കിട്ടണമെങ്കിൽ അവസാനത്തെ 10 മുഴുവൻ എന്ത് ചെയ്യാം? ഇരിക്കന്നെ. ഒരു ഹദീസിലുണ്ട്, എന്ത്? ഒറ്റയിട്ട രാവിലെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പോ അതുമായി നിങ്ങൾ ബന്ധപ്പെട്ട് അവസാനത്തെ 10 മുഴുവനുമായിട്ട് അതിനെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയാണ് 1000 മാസം 83 കൊല്ലം അള്ളാന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്തിട്ടുള്ള പുണ്യം ഒരാൾ കരസ്ഥമാക്കുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ആ ഒരു രാത്രിയെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ രാത്രിയുള്ള അമലുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചാൽ, അതിനേക്കാളും വലിയൊരു സമ്മാനം, അതിനേക്കാളും വലിയൊരു ഭാഗ്യം ഈ ജീവിതത്തിൽ എന്താ വേറെ ഉള്ളത് നമുക്ക്? അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ആ രാത്രികളിൽ പ്രത്യേകമായിട്ടുള്ള ദുആ ആയിഷ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഇങ്ങനെ അനുഭവപ്പെടുന്ന ആ ലൈലത്തുൽ ഖദറിന്റെ രാവിലൊക്കെ, അതുമായി അനുഭവപ്പെടുന്ന രാവുകളിൽ എനിക്ക് ചെല്ലാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ദുആ പഠിപ്പിച്ചു തരുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്ത് പ്രവാചകൻ ആയിഷ ബീബിയോട് പറയാണ്, ഖൂലി ആയിഷ, നീ പറഞ്ഞുകൊള്ളുക, നീ ചോദിച്ചുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്, നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഫഅഫു അന്നി, അല്ലാഹുവേ, എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ, എന്റെ പാപങ്ങൾ നീ പൊറുത്തരണേ റബ്ബേ എന്നുള്ള ഈ ദുആ ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബിയെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദുആ ഇനി വരുന്ന ദിനരാത്രങ്ങളിൽ പരമാവധി കൂടുതലായിട്ട് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും ലൈലത്തുൽ ഖദർ എന്ന ആ പുണ്യരാത്രിയിൽ പരമാവധി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ആബിദായി തീരുന്നതിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.